വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മൊഞ്ച് പവേർഡ് ബൈ യു ഓഫ് ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ താളമേളങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യാം. ഹബീബ് മാഷെ, ഫാദർ സേവേറിയസ്, രഹനത്ത ഇങ്ങനെ ഹായ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾക്കൊരു പാട്ട് പാടിയിട്ട് വേണം ഇതൊന്ന് തുടങ്ങാൻ. ഒരു പാട്ട് പാടിത്തരൂലേ? കല്യാണ പുതുമ ചൊല്ലാം മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ അരിമുല്ല പുതുവിരി കൊടുത്തൊരുങ്ങും അതിർപ്പങ്ങൾ പറഞ്ഞാലും ഓടുങ്ങയില്ല ഓടുങ്ങയില്ല അലിയാരെ കല്യാണ പുതുമ ചൊല്ലാം കല്യാണമേ കല്യാണമേ. വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മൊഞ്ച് പവേർഡ് ബൈ യു ഓഫ് ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈലിൽ ഫ്യൂഷൻ റൗണ്ടുമായി എത്തുന്നു ടീം സഫർ. ഗുണമുറ്റ റസൂലുള്ള ഉടയവൻ തുണയായി പടച്ചുള്ള ബീബി ബദറൊത്ത ബദങ്കത്തിൽ ആയിഷ ബീബി. ഗുണമുറ്റ റസൂലുള്ള ഉടയവൻ തുണയായി പടച്ചുള്ള ബീബി കമറൊത്ത മുഖം വെങ്കും ആയിഷ ബീബി. കനകപ്പൂ തിലകം പോൽ വനിതകൾ കലങ്കാരമായൊരു ബീവി ബദറൊത്ത ബദങ്കത്തിൻ മറിയം ബീവി. തിലകം പോൽ വനിതകൾ കലങ്കാരമായൊരു ബീവി ബദറൊത്ത ബദങ്കത്തിൽ മറിയം ബീവി. ബീവിയാണ് ആദരമായ റസൂലിൻ ജീവിതം പൂരണമായി മലതാരിൽ സാധിക്കവൻ തളയായത് തേരിൽ. ബീവിയാണ്
കൂട്ടണ്ട കസ്തൂരി മാക്കിടാവേ 14-ാം രാവിന്റെ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ കടിപിടി കൂട്ടണ്ട കസ്തൂരി മാക്കിടാവേ 14-ാം രാവിന്റെ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ മണിമങ്ക കതിരൊന്നു വിളിക്കില്ലെന്നറിയൂ മഴവില്ല് ഇനി നിന്റെ അഴകെന്നെ പറയൂ മധുരത്തിൽ മലരിനി ചിരിച്ചൊന്ന് കുഴയൂ മണിമക കതിരെന്ന് വിളിക്കില്ലെന്നറിയൂ മഴവില്ല് ഇനി നിന്റെ അഴകെന്നെ പറയൂ മധുരത്തിൽ മലരിനി ചിരിച്ചൊന്ന് കുഴയൂ പൂമാല കട്ടിലിന്നെ ആടടി കുട്ടി ഊരാകെ തിളങ്ങുന്ന കനകക്കട്ടി പൂമാല കട്ടിലിന്മേൽ ആടടി കുട്ടി ഊരാകെ തിളങ്ങുന്ന കനകക്കട്ടി കടിപിടി കൂട്ടണ്ട കസ്തൂരി മാറ്റിടാവേ 14-ാം രാവിന്റെ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ കടിപിടി കൂട്ടണ്ട കസ്തൂരി മാറ്റിടാവേ 14-ാം രാവിന്റെ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ പരിലാസ പൂനിലാവേ കമ്പക്കെട്ടിൽ ഇമ്പം വീട്ടണ കമ്പികൾ മാമ്പിൻ തുമ്പകളെമ്മട സത്യ മുത്തുക ചിത്തം മൊത്തത പൊൻസുദിനത്തിൽ ചിത്തിരമെത്തണ കമ്പക്കെട്ടിൽ ഇമ്പം വീട്ടണ കമ്പികൾ പമ്പിൻ തുമ്പകളെമ്മട സത്യ മുത്തുക ചിത്തം മൊത്തത പൊൻസുദിനത്തിൽ ചിത്തിരമെത്തണ അശുകൂടി തോഴനെത്തുന്നേ അശുകൂടി തോഴൻ വരുന്നേ അശകൂടി തോഴനെത്തുന്നേ അശകൂടി തോഴൻ വരുന്നേ അജബിരുന്നേ ഇങ്ങും അജബിരുന്നേ സഭയ്ക്കുള്ളിൽ മലരമ്പൻ തിളങ്ങിടുന്നേ അജബിരുന്നേ എങ്ങും അജബിരുന്നേ സഭയ്ക്കുള്ളിൽ മലരമ്പൻ തിളങ്ങിടുന്നേ കമ്പക്കെട്ടിൽ ഇമ്പം വീട്ടിൽ കമ്പിൽ വമ്പിൽ തുമ്പകൾ എമ്മണ സത്യ മുത്തുക ചിത്രം മൊത്തത പൊൻസുദിനത്തിൽ ചിത്തിരമെത്തണം കമ്പക്കെട്ടിൽ ഇമ്പം വീട്ടണ കമ്പികൾ പമ്പിൻ തുമ്പകളെമ്മട സത്യ മുത്തുക ചിത്തം മൊത്തത പൊൻസുദിനത്തിൽ ചിത്തിരമെത്തണ അശുകൂടി തോഴനെത്തുന്നേ അശുകൂടി തോഴൻ വരുന്നേ അശകൂടി തോഴനെത്തുന്നേ അശകൂടി തോഴൻ വരുന്നേ അജബിരുന്നേ ഇങ്ങും അജബിരുന്നേ സഭയ്ക്കുള്ളിൽ മലരമ്പൻ തിളങ്ങിടുന്നേ അജബിരുന്നേ എങ്ങും അജബിരുന്നേ സഭയ്ക്കുള്ളിൽ മലരമ്പൻ തിളങ്ങിടുന്നേ കവിളിൻ ചോപ്പിൻ ചേല് പരത്തി കനവിൽ പൂത്ത നാളിതുമെത്തി ചേരുപുരത്തി കനവിൽ പൂത്ത നാളിലുമെത്തി കൺകളിൽ സുറുമൻ ചന്തമുതുക്കി കമറിൽ ഒളിയ ശോഭയൊരുക്കി കണ്ണളിൽ സുറുമൻ ചന്തമുതുക്കി കമറിനൊളിയ ശോഭയൊരുക്കി മികവൊത്ത മണവാളൻ നടുക്കിടുന്നേ തരുണിക്ക് ഇണയായി അണഞ്ഞിടുന്നേ മികവുറ്റ മണവാളനടുത്തിടുന്നേ തരുണിക്ക് ഇണയായി അണഞ്ഞിടുന്നേ അജബിരുന്നേ ഇങ്ങും അജബിരുന്നേ സഭയ്ക്കുള്ളിൽ മലരമ്പൻ തിളങ്ങിടുന്നേ അജബിരുന്നേ എങ്ങും അജബിരുന്നേ സഭയ്ക്കുള്ളിൽ മലരമ്പൻ തിളങ്ങിടുന്നേ കമ്പക്കെട്ടിന് ഇമ്പം വീട്ടണ കമ്പികൾ വമ്പിൽ തുമ്പുകൾ എമ്പട സത്യ മുത്തുക ചിത്തം മൊത്തത പൊൻസുദിനത്തിൽ ചിത്തിരമെത്തണം കമ്പക്കെട്ടിൽ ഇമ്പം വീട്ടണ കമ്പികൾ പമ്പിൻ തുമ്പകളെമ്പട സത്യ മുത്തുക ചിത്തം മൊത്തത പൊൻസുദിനത്തിൽ ചിത്തിരമെത്തണ അശുകൂടി തോഴനെത്തുന്നേ അശുകൂടി തോഴൻ വരുന്നേ അശകൂടി തോഴനെത്തുന്നേ അശകൂടി തോഴൻ വരുന്നേ അജബിരുന്നേ ഇങ്ങും അജബിരുന്നേ സഭയ്ക്കുള്ളിൽ മലരമ്പൻ തിളങ്ങിടുന്നേ അജബിരുന്നേ എങ്ങും അജബിരുന്നേ സഭയ്ക്കുള്ളിൽ മലരമ്പൻ തിളങ്ങിടുന്നേ ടീം സഫർ
നല്ല രസമുണ്ടായിരുന്നു പെർഫോമൻസ്. പിന്നെ നിങ്ങളുടെ ഈ നല്ല രസമുണ്ട് കേട്ടോ സാരി, അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു ഫാഷൻ, നമ്മുടെ ഡിസൈനർ സാരി ഒക്കെ നമ്മൾ വാങ്ങിച്ച് കൊടുക്കൂല, അതുപോലെ ഉണ്ടായിരുന്നു, അടിപൊളി. ഇനി നമുക്ക് ചോദിക്കാം, നമുക്ക് ആദ്യം ഫാദറിൻ്റെ അടുത്ത് ചോദിക്കാം. ഫാദർ, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ കഴിയില്ല. ഒന്ന് ഇവരുടെ ഈ കോസ്റ്റ്യൂംസ് എനിക്ക് ഭയങ്കര നല്ല ഭംഗിയായിട്ട് തോന്നി. ആ കോസ്റ്റ്യൂംസ് തന്നെയല്ല, എല്ലാവരും മൊഞ്ചത്തിമാരാണല്ലോ, അപ്പോൾ ആ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസും എല്ലാം കൂടി ആയപ്പോൾ നല്ല ഒരു അരങ്ങുണ്ടായിരുന്നു. പിന്നെ പാട്ടായാലും നല്ല, ഈ ലീഡ് പാടുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു അവർ ആ കോറസ് പാടുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ നല്ല പഞ്ചായിരുന്നു, പാട്ട് കേൾക്കാനും നല്ല സുഖം. എനിക്ക് തോന്നിയൊരു കാര്യം, ആ കമ്പക്കെട്ടിന് ഇമ്പം ആ പോർഷൻ വരുമ്പോൾ കുറച്ചൊരു ക്ലാഷ് അത് വരുമല്ലോ, ഇത്രയും ആ താളത്തിനൊത്ത് അത്രയും സമത്തിന് പാടി ഒപ്പിക്കണമെങ്കിൽ പ്രശ്നമുണ്ടാകും. പക്ഷേ അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ശ്രുതിയുടെ പ്രശ്നം. പക്ഷേ എന്നാലും നല്ല, എന്താ പറയുന്നത്, പാട്ടുകാരെ നോക്കണോ കളിക്കാരെ നോക്കണോ എന്നുള്ളൊരു ഫീലായിരുന്നു. നല്ല നല്ല ഭംഗിയായിരുന്നു മക്കളെല്ലാം, നന്നായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്. എന്തായാലും ഞാൻ ചോദിക്കാം, രഹനത്ത, നമ്മുടെ ടീം സഫറിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരുടെ ഡ്രസ്സിൻ്റെ ആ കളർ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. ആ ചേഞ്ച് ചെയ്തത്, ആ ഒരു റെഡ്, ഒരു ഓറഞ്ചൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ, മാറ്റി മാറ്റി പെട്ടെന്ന് ആ ടൈമിൽ മാറ്റിയെടുത്തിട്ട് നമുക്ക് ആ ഒരു മാറ്റുന്നത് പോലൊരു ഭംഗിയിൽ അവരതങ്ങ് ചെയ്തു കേട്ടോ. എനിക്കൊരു ഒത്തിരി ഇഷ്ടമായി അത്. ആ പിന്നെ എല്ലാം മൊത്തൊരു കളർ തന്നെ. നിങ്ങൾ ആ ഒരു എന്താ പറയുക, ആ പാട്ടിനനുസരിച്ച് ഞാൻ അതിലോട്ട് തന്നെ പോവാണ്. നടുക്കുള്ള മോളാണ് പുതിയ ആൾ അല്ലേ. എനിക്ക് നല്ല ബോൾഡാട്ടോ വോയിസ്, മറ്റേ ശരിക്കും തോട്ടക്കം. നിങ്ങൾക്ക് നല്ലൊരു, നിങ്ങളുടെ ടീമിന് ഇപ്പോൾ കിട്ടിയ ആളും നല്ല ആൾ തന്നെയാണ്. കാരണം ആ വരി പാടുന്ന ആ പാട്ടിൻ്റെ ആ ട്യൂണിനനുസരിച്ചേ നല്ല എനർജി കൊടുത്തിട്ട് തന്നെ തുടങ്ങിയിരിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ട്യൂണ് മധുവർണ്ണയുടെ, മധുവർണ്ണയുടെ. പിന്നെ മൂന്നാമത് പൊട്ടിച്ചിരിയുടെ മാല കുരുക്കണം ആ പാട്ടിൽ. അതാണ് ഇത്തിരി സ്പീഡ് അല്ലേ. ഇതിൽ ആദ്യം ഒന്നും ഇങ്ങനെ, പക്ഷെ എന്നാലും ഇന്നലെ കൈവിട്ടൊന്നും പോയിട്ടില്ല ആ സ്പീഡിലോട്ട് തന്നെ. കാരണം 3 പാട്ട് വരുമല്ലേ, ഫ്യൂഷനല്ലേ, അപ്പോൾ അതിൻ്റെതായിട്ട് വരികളും തെറ്റിക്കരുത് ഒക്കെ കൂടി ഉണ്ട്. നിങ്ങളെ കയ്യിൽ ഉത്തരവാദിത്തമുണ്ട്, ഇവരെ കൈക്കുണ്ട്. പക്ഷെ 3 പേരും തന്നെ ആ പാടിയിട്ടുള്ളൊരു എനർജി ഇവർക്കും കൊടുത്തു. നല്ലൊരു കളറായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഒരു ചെറിയ കുഞ്ഞ് മിസ്റ്റേക്ക്, അത് ആ സ്പീഡിൻ്റെ ഒരു പ്രശ്നത്തിൽ വന്നതാണ്. എന്തായാലും പാട്ടും ശ്രദ്ധിച്ചു, നിങ്ങൾ ആ കളിയും ശ്രദ്ധിച്ചു കേട്ടോ. എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. താങ്ക് യു രഹനത്ത. ഇനി നമുക്ക് ഒപ്പീനിയൻ അറിയേണ്ടത് ഹബീബ് മാഷിൻ്റെ അടുത്ത് നിന്നാണ്. പച്ച ടോപ്പിൽ വ്യത്യസ്തമായിട്ടുള്ള ബോട്ടം നിങ്ങൾ മാറി മാറി യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. അത് കോസ്റ്റ്യൂം ചെയ്ത ആ ഒരു സെൻസ് നല്ലത് തന്നെയായിരുന്നു. ഈ ഒരൊറ്റ ഗ്രീനിൽ വ്യത്യസ്തമായിട്ടുള്ള വേറെ വേറെ ബോട്ടം നിങ്ങൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നു. പാട്ട് പുതിയ കുട്ടി നല്ല ഭംഗിയുള്ള സ്വീറ്റ് വോയിസ് ആണ്, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കോറസും ഒക്കെ ചേർന്ന് നല്ല മനോഹരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ട്രഡീഷണൽ ഒപ്പനയുടെ കുറേ ഭാഗങ്ങൾ നിങ്ങൾ കടമെടുത്തുകൊണ്ടാണ് ഈ ഒപ്പന നിങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്. ഫ്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്പല്ലായിരുന്നു എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നത്. ഒരു ഫ്യൂഷൻ ഒപ്പന എന്ന് പറയുമ്പം അതിൻ്റെ ക്ലാപ്പിൽ, അതുപോലെ സ്റ്റെപ്സിൽ, ബോഡി ലാംഗ്വേജ്, ബോഡി മൂവ്മെൻറ്റ്സിലൊക്കെ വേറിട്ടൊരു സ്റ്റൈലാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾ ട്രഡീഷണൽ ഒപ്പന ഒത്തിരി കളിച്ച് വഴങ്ങിയ കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓരോ ഫോം ചെയ്യുമ്പോഴും അതിലേക്ക് ചേഞ്ച് ആവാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഒപ്പനയാണെങ്കിൽ പക്ക ട്രഡീഷണലിലേക്ക് ഇറങ്ങിച്ചെന്ന്, അതുപോലെ ഇപ്പോൾ അത് നമ്മൾ ഫ്യൂഷനാണ് ചെയ്യുന്നത്. ഫ്യൂഷൻ ഒപ്പന എന്ന് പറയുമ്പം അതൊന്ന് വേറിട്ടൊരു സ്റ്റൈലിലൂടെ ആ ഒരു ഒപ്പനനെ നിങ്ങൾ ഇങ്ങോട്ട് കമ്പോസ് ചെയ്ത് കൊണ്ടുവരേണ്ടിയിരുന്നു. അതിൽ ചെറിയ ചെറിയ പാകപ്പിഴവുകൾ വന്നിട്ടുണ്ട്. പിന്നെ ടീം സഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ റൗണ്ടിലൊക്കെ നിങ്ങൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ എൻ്റെ മനസ്സിനകത്തുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഇത്തിരി ഡൗൺ ആയിട്ടുണ്ട്. യു ഡോണ്ട് ഡിസപ്പോയിൻറ്റഡ്, റെഡി. പിന്നെ അത് തന്നെ എനിക്ക് പറയാനുള്ളത്, ഓരോ ഫോം ചെയ്യുമ്പോഴും അതിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഇറങ്ങി ചെല്ലണം. അതിൽ ചെറിയ ചെറിയ പരാജയം നിങ്ങൾക്കിവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ നെക്സ്റ്റ് റൗണ്ടിൽ അതെല്ലാം ലെവൽ ചെയ്ത് വരാൻ വേണ്ടി ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹാപ്പി അല്ലേ? ഒരാൾ ഇവിടെ കുറേ നേരമായിട്ട് പറയുന്നുണ്ട്, ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്, പറഞ്ഞു. നമ്മളെ തേർഡ് സോങ് ശരിക്കും ഇതല്ലായിരുന്നു, പൊട്ടിച്ചിരിയുടെ തന്നെയായിരുന്നു. അപ്പം വേറൊരു ടീം ഇത് എടുത്തപ്പം നമുക്ക് വേണ്ടിയിട്ട് നാസർ മെയ്ച്ചേരി എന്ന് പറഞ്ഞ സാറ് എഴുതി തന്ന ലിറിക്സാണിത്. അപ്പം സാറിന് താങ്ക്സ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കും ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഗ്രേഡ് വേണം. രഹനത്ത, നമ്മുടെ ടീം സഫറിന്റെ ഗ്രേഡ് എന്താ? A+. ഫാദർ, എന്താണ് നമ്മുടെ ടീം സഫറിന്റെ ഗ്രേഡ്? മിസറിന്നിറങ്ങിയ കനകക്കട്ടി
അസറും താലിയാക്കി ഇവൾക്ക് കിട്ടി. അപ്പോൾ ഇവർക്ക് അങ്ങനെ തന്നെ അസറും താലിയാക്കി മണവാട്ടിക്ക് കൊടുക്കാനായിട്ട് എ ഗ്രേഡ്. മണവാട്ടിക്ക് തന്നെ അല്ല കേട്ടോ, ഓൾക്ക്. ഹോൾറ്റി. ഹബീബ് മാഷേ എ ഗ്രേഡ്. എ ഗ്രേഡ് അഗെയിൻ. 2 എ ഗ്രേഡും ഒരു A+ കിട്ടി. ഹാപ്പി. ഇനി ഓവറോൾ പെർഫോമൻസിന്റെ മാർക്കും കൂടെ അറിയാം അല്ലേ? രഹ്നത്ത 6 out of 10. അപ്പം എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യണം. താങ്ക് യു സോ മച്ച്. വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മുഞ്ച് പവേർഡ് ബൈ യു ഓഫ് ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈലിൽ കോമഡി ഒപ്പനയുമായി എത്തുന്നു ടീം മൊഞ്ചൻസ്. എന്റെ പുന്നാര കൽബേ പാത്തു, ഇജൊന്ന് അടുത്ത് വരിൻ, നമ്മളൊന്ന് കാണട്ടെ. തന്താനോ അക്കംബക്ക അക്കംബക്ക, തന്താനോ അക്കംബക്ക അക്കംബക്ക. ഹിയ 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 ഇതല്ലാട്ടാ. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പം മീശ, റബ്ബെ കണ്ടു പേടിച്ച് വീടർ പാത്തും മാമ, അപതും മാമ പാത്തും മാമ. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പം മീശ, റബ്ബെ കണ്ടു പേടിച്ച് വീടർ പാത്തും മാമ, അപതും മാമ പാത്തും മാമ. അന്നു തൊട്ട് അവൾക്കൊരു സൈത്താൻ ഇളക്കം, മരുന്നൊന്നും കൊടുത്തിട്ട് മാറാത്തൊരിളക്കം, പല്ലിളിച്ച് കാണിച്ച് മലന്നൊരു കിടത്തം. അന്ന് തൊട്ട് അവൾക്കൊരു സൈത്താൻ ഇളക്കം, മരുന്നൊന്നും കൊടുത്തിട്ട് മാറാത്തൊരിളക്കം, പല്ലിളിച്ച് കാണിച്ച് മലന്നൊരു കിടത്തം. മൂഷിപ്പിലായി അമമ്മദ് ബേജാറിലായി, ആകെ പുലിവാലായി. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പം മീശ, റബ്ബെ കണ്ടു പേടിച്ച് വീടർ പാത്തും മാമ, അപതും മാമ പാത്തും മാമ. തന്തിന്നോ താനാതെന്ത താനതെന്തിന്നോ തനദിനതന തന്തിന്നോ താനാതെന്ത താനതന്തിന്നോ. പാത്തു, അനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഗതികെട്ട മമ്മദ് മനസ്സിലും ഉറച്ച് അടുത്തുള്ള മൗലവിയെ വിവരമറിയിച്ച് ഓളൊന്ന് കാണാൻ മൗലവി കൊതിച്ചു. മോനെ മനസ്സിൽ രട്ടുപൊട്ടി. ഗതികെട്ട മമ്മദ് മനസ്സിലും ഉറച്ച് അടുത്തുള്ള മൗലവിയെ വിവരമറിയിച്ച് ഓളൊന്ന് കാണാൻ മൗലവി കൊതിച്ചു. എന്തൊരു പെൺകുട്ടി, പത്തരമാറ്റുള്ളൊരു കുട്ടി, നമ്മുടെ പാത്തും ആ കുട്ടി. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പം വീശ, റബ്ബെ കണ്ടു പേടിച്ച് വീടൽ പാത്തും മാമ, അപതും മാമ പാത്തും മാമ. തന്തിന്നോ താനാതെന്ത താനതന്തിന്നോ തനദിനതന തന്തിന്നോ താനാതെന്ത താനതന്തിന്നോ. ഹിയ 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 മന്ദിരിച്ച് മന്ദിരിച്ച് മൗലവി മുഖത്തൊരൂത്ത്. റബ്ബിലാലമിനായ തമ്പുരാനേ, മന്ദിരിച്ച് മൗലവി മുഖത്തൊരൂത്ത്, അകത്തേക്ക് അപസ്മര നെയ്യ് കൊടുത്ത്, 40 ദിവസത്തെ പിഞ്ഞാണമെഴുത്ത്. മന്ദിരിച്ച് മൗലവി മുഖത്തൊരൂത്ത്, അകത്തേക്ക് അപസ്മര നെയ്യ് കൊടുത്ത്, 40 ദിവസത്തെ പിഞ്ഞാണമെഴുത്ത്. മൗലവി പാസാക്കി നെയ്യുണ്ടാക്കല് ചോറാക്കി, സൈത്താൻ ഇളകല് ബാറാക്കി. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പം മീശ, റബ്ബെ കണ്ടു പേടിച്ച് വീടർ പാത്തും മാമ, അപതും മാമ പാത്തും മാമ. ടീം മൊഞ്ചൻസ്, നിങ്ങളെ മമ്മദ് കാക്കാന്റെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെന്താ കരി വാരി തേച്ചാണോ? പിന്നെ
അതൊക്കെ ഒരു ട്രിക്കാണ്, പറഞ്ഞുതരുമല്ലോ, മുഹമ്മദ് കാക്കാന്റെ സ്വന്തം ട്രിക്കാണ്. പിന്നെ ഈ ഉണ്ണി അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അതോ പഴയ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ? കാരണം 3ാമത്തെ കല്യാണമാണ്, അപ്പൊ ആളറിയരുത്. അത് കറക്റ്റാണ്. അപ്പൊ രണ്ട് ഭാര്യമാര്, ആദ്യത്തെ 2 ഭാര്യമാര് വന്ന് പ്രശ്നം ഉണ്ടാക്കൂലല്ലേ? അത് നമ്മുടെ നൈറ്റ് കൂട്ടാക്കി. അപ്പൊ ഇത് 3ാമത്തെ, ഇനി 4ാമത്തെ കല്യാണം ഉണ്ടാവും മുഹമ്മദ് കാക്ക? നിർത്തി. അതെന്തായിരിക്കും പറഞ്ഞു, അപ്പൊ നിർത്തി. അപ്പൊ നമുക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കോമഡി ഒപ്പന? ഫാദർ, നമ്മുടെ കോമഡി ഒപ്പന എങ്ങനെ ഉണ്ടായിരുന്നു ടീം മൊഞ്ചൻസിന്റെ? അടിപൊളിയായിരുന്നു. ഓരോരുത്തരുടെയും ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒന്നിനൊന്നിന് മെച്ചാ. പ്രത്യേകിച്ച് സ്പ്രിങ് മൂടി ഇട്ടിരിക്കുന്ന കഥാപാത്രത്തെ തന്നെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പുള്ളി ആ പെണ്ണിഷായിട്ട് കളിക്കുന്നതും നല്ല ഇളകി ചാടി എനിക്കൊന്ന് അയാളുടെ പുറത്താന്ന് കയറിക്കൊണ്ട് നിന്നത് വളരെ നല്ലതായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, അതിനോട് അവർ നീതി പുലർത്തിയിട്ടുണ്ട്. ഈ ഒപ്പനയായാലും ദഫായാലും അർബനമുട്ടായാലും അല്ലെങ്കിൽ മാർഗകളിയായാലും എല്ലാം നമുക്ക് നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ, മനുഷ്യനെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സ് ചാനലാണ് ഇങ്ങനെയൊരു സംരംഭം, മൈലാഞ്ചി മൊഞ്ചിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയൊരു എന്താ പറയുക ഒരു സെഷൻ. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ആ റൗണ്ടിനോട് ഒരു നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ കളിയും ഒക്കെ ഭംഗിയായിരുന്നു, എല്ലാം കൊണ്ടും ഒരു മലപ്പുറംകാരുടെ എല്ലാ എന്താ പറയുന്നത് എല്ലാം ഉണ്ട് അതിനകത്ത്. പിന്നെ എനിക്ക് പാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവരൊന്ന് പരിങ്ങി അവിടെ, എനിക്ക് തോന്നുന്നു ട്രാക്കുമായിട്ട് എനിക്ക് തോന്നുന്നു ഒന്ന് ചാടിപ്പോയി. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് പാട്ടും നമ്മുടെ നൃത്തവും ഒരുപോലെയാണല്ലോ നമ്മൾ മാർക്ക് ഇടുമ്പോൾ, നമ്മളതെല്ലാം മാനദണ്ഡമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നിങ്ങൾ ഇവരുമായിട്ട് ഇൻവോൾവ് ആയിട്ട് കളിക്കുമ്പോൾ നല്ല പവർഫുൾ മെയിൽ വോയിസ് ആണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല വോയിസ്, ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷെ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. വന്നു പോകും, നമുക്കത് ഒരു കുറ്റമല്ല. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതൊരു മാനദണ്ഡമാണ് അല്ലേ, മാർക്കിടുമ്പോൾ അതിനകത്ത് വരും. അപ്പോൾ അതിൽ നിങ്ങളോട് എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടി അതൊന്ന് ശ്രദ്ധിച്ച് പാടണമായിരുന്നു. കുഴപ്പമില്ല, എങ്കിലും ഈ കളിക്കാരാണ് ശരിക്കും അതിവിടെ ഒരു കയ്യടി ഇവർക്ക് കൊടുക്കണം. കാരണം തെറ്റിപ്പോയിട്ടും ഇവരത് ഒരു ലക്ഷണവും ഇല്ലാതെ ഇവർ പക്കയായിട്ട് കളിച്ചു. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇതിനകത്ത് ഊതുന്ന പോർഷൻസ് ഉണ്ട്, പറയുന്ന ഡയലോഗ് പറയുന്നതുണ്ട്. ആ സമയത്തൊക്കെയുള്ള ഇവരുടെയൊക്കെ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ശരിക്കും ഒരു സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ കണ്ടിരിക്കുന്ന ഒരു നല്ല അനുഭവമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി രഹനത്താൻ്റെ അടുത്ത് ചോദിക്കും. രഹനത്ത, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മൊഞ്ചൻസിന്റെ പെർഫോമൻസ്? മൊഞ്ചൻസ് എപ്പോഴും അടിപൊളിയല്ലേ. അതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ അവിടെ ഉണ്ടല്ലോ, കിരൺ അല്ലേ? എന്താണ് ആ ചിരി? കിരൺ തന്നെയല്ലേ എല്ലാം ചെയ്തത്. ആ ഒരു എന്താ പറയുക, ഒരു എനർജി എല്ലാവരിലും കണ്ടിരുന്നു കേട്ടോ. അടിച്ചെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടും പോലും ഇല്ല അച്ഛൻ്റെ അടുത്ത് സ്പ്രിങ് കണക്കേന്ന്. അച്ഛനും ഇപ്പം കണ്ടപ്പോൾ പറഞ്ഞല്ലോ, കറക്റ്റായിട്ട് പറഞ്ഞില്ലേ. പിന്നെ നമ്മൾ പാട്ടിലേക്കാണ്. അത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവരെ പ്രാക്ടീസ് ഇല്ലായ്മ കൊണ്ടോ ഒന്നുമല്ല കേട്ടോ, അത് വന്നു പോയി അല്ലേ, ആ സമയത്ത് അങ്ങ് വന്നു പോയി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു കോമ്പറ്റീഷൻ അല്ലേ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് നോക്കിയേ പറ്റൂ. പക്ഷേ നിങ്ങൾ ആ ഒരു എനർജിയുള്ള വോയിസ് ഉണ്ടല്ലോ, 3 പേരുടെ ശബ്ദം, ഇവർക്ക് ശരിക്കും മുഹമ്മദ് കാക്കാനെ എല്ലാവരെയും നന്നായി ഉണർത്തുന്ന അത്രയും ഒരു പവർഫുൾ സിംഗേഴ്സ് ഇവരുടെ കയ്യിലുണ്ട്, ഈ ടീമിൻ്റെ കയ്യിലുണ്ട്. അത് വലിയൊരു ഗുണം തന്നെയാണ്. പിന്നെ നമ്മളെ മുഹമ്മദ് കാക്ക ഉഷാറല്ലേ, നല്ല ആളെന്നെ സമ്മതിച്ചേട്ടാ. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങളത് മാനേജ് ചെയ്തു. ശരിക്കും ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് മനസ്സിലായി പാട്ടിൽ. പക്ഷെ നിങ്ങളത് കിരണിൻ്റെ മുഖത്ത് ഒന്നും മിന്നി മറഞ്ഞു പോയില്ലേ. പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് മേക്കപ്പ് ചെയ്തൊരു കോമ്പറ്റീഷൻ എന്നൊക്കെ മനസ്സിലാക്കി. ലാസ്റ്റ് അതിൻ്റെ ഒരു ഇതാണോ എന്നറിയില്ല, ആ പരുങ്ങല്ലൊരു നൃത്തം അല്ലേ, എന്താ അത് പറ്റിപ്പോയ കിരണേ? നിർത്തിയത് അങ്ങനെ തന്നെ ചെയ്തതാ, അങ്ങനെ ചെയ്തതാണല്ലേ ഒരു സ്റ്റോപ്പ്. ഓ അല്ല, അത് ക്ലിയർ ചെയ്ത് നന്നായി അല്ലേ. മറ്റേ നമ്മൾ അല്ല ചോദിച്ചു, അച്ഛൻ പറഞ്ഞോളൂ. ഞാനിങ്ങനെ അത് റഹനത്തിനോട് പറയുകയും ചെയ്തു, പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് നിർത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിൽക്കാൻ വൈകി അങ്ങനെയൊക്കെ ഒരു ഫീലാണ് നമുക്ക് തോന്നിയത്. പക്ഷെ അത് അങ്ങനെ അങ്ങനെ അതൊരു കോമഡി ചെയ്തതാണ്. ഓക്കെ, അതടിപൊളി, അത് ക്ലിയർ ചെയ്തു നമ്മൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കോമഡി ഒപ്പനയിൽ നിങ്ങൾ മാക്സിമം ക്ലാപ്സൊക്കെ എനിക്ക് തോന്നിയത് അതാണ്. പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ നമ്മളെ പാട്ടിൻ്റെ ബാക്കി പാടിയതൊക്കെ അസാധ്യമായിരുന്നു, നിങ്ങൾ ആ വോയിസൊക്കെ.
പക്ഷേ അത് ഞാൻ മാർക്സ് തരുമ്പോൾ ഒന്നും കൂടെ പറയും, മാർക്സിൽ അത് കുറച്ച് കുറയും. കാരണം എല്ലാം നമ്മൾ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഓക്കെ, താങ്ക് യു റഹ്നത്ത. ഹബീബ് മാഷേ, ടീം മൊഞ്ചൻസ് ലഡു എത്രണ്ണം പൊട്ടി? ലഡു പൊട്ടിന്ന് അങ്ങനെ പറഞ്ഞില്ലേ? മുഹമ്മദ്കാർക്ക് കുറേ ലഡു പൊട്ടിയിട്ടുണ്ട്. അല്ല അല്ല, ഇവിടെ കിരൺ പറയട്ടെ, എത്ര ലഡു പൊട്ടിയത്? മൂന്നാമത്തെ ലഡു. മൂന്നാമത്തെ ലഡു. ഈ 3 എന്താ കാര്യം? അല്ല, ആളെ മൂന്നാമത്തെ കല്യാണമാണല്ലോ. ആ അങ്ങനെ ഒരു അപ്പം 3-ാമത്തെ ലഡു. ഓക്കെ, കളി നല്ല സുഖം ഉണ്ടായിരുന്നു കാണാൻ. ആ കോമഡി എലമെൻറ്റ് കൃത്യമായിട്ടും കൂടി കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക്. നല്ല, അതായത് ഒരു കോമഡി ഒപ്പന എങ്ങനെ ഒരു സ്റ്റേജിൽ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു, ചെറിയ മിസ്റ്റേക്ക് വന്നു. അതിനെല്ലാം കളിയിൽ കൃത്യമായിട്ട് നിങ്ങൾ ഭംഗം വരാതെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എന്താ നിർത്തി കളഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ അത് നിർത്തുന്നത് അങ്ങനെ ആണെങ്കിൽ തന്നെ അതിനൊരു ഒരു നമ്മൾക്കൊരു റിയാലിറ്റി തോന്നണം. നിങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെ തന്നെ ഒരു ഷിവർ ചെയ്തിട്ട് നിർത്തുകയെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ അത് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിലുള്ളൊരു നിർത്തലായിരിക്കണം. അത് ഞങ്ങൾ കൺഫ്യൂഷൻ വന്നത്. പക്ഷെ അങ്ങനെ നിർത്തുകയാണെങ്കിൽ തന്നെ അതിനൊരു ഭംഗി വരണം. റെഡി? പക്ഷെ നിർത്തിയത് എന്തോ ഒരു ഭംഗികേട് ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും ഐക്യകണ്ഠേനുള്ള അഭിപ്രായം തന്നെയാണ്. പിന്നെ നിങ്ങളത് തിരിച്ചു പറഞ്ഞു അങ്ങനെ തന്നെയാണ് അത് പക്ഷെ അങ്ങനെ തന്നെ നിർത്തിയതാണെങ്കിലും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത അത്ര വിധത്തിൽ നിങ്ങളതിനെ കൊണ്ടുവരേണ്ടിയിരുന്നു. അവിടെ നിങ്ങൾക്ക് ചെറിയൊരു പരാജയം വന്നിട്ടുണ്ട്. പിന്നെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. ആ ഒരു പിന്നെ സ്ത്രൈണവ സ്വഭാവത്തിലുള്ള കുണുങ്ങിയുള്ള ഓട്ടം, അതുപോലെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞല്ലോ. ആ മണവാളൻ്റെ 3-ാം ഘട്ടോ എന്തായാലും നല്ല മനോഹരമായിട്ട് നല്ല നമ്മളെ ഇത് കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിലും നിങ്ങൾ അവർക്ക് നല്ലൊരു ചിരി സമ്മാനിക്കും എന്നുള്ളത് ഉറപ്പാണ്. പാട്ടും നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ കമൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞു അല്ലേ? ഹബീബ് മാഷേ, നമ്മുടെ മൊഞ്ചൻസിന്റെ ഗ്രേഡ് എന്താണ്? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മാർക്ക് ഒട്ടും കുറക്കുന്നില്ല. A+. റഹ്നത്ത, ടീം മൊഞ്ചൻസിന്റെ ഗ്രേഡ് എന്താണ്? ഈ ഒരു കാരണത്താൽ നിങ്ങൾക്ക് A ഗ്രേഡിൽ ഏറ്റവും മാർക്ക് കുറവായിരിക്കും. ഗ്രേഡ് A ആണെങ്കിലും മാർക്ക് ശ്രദ്ധിക്കുക, കുറവായിരിക്കും. ഓക്കെ, ഇനി ഇത് വരുത്തരുത് കേട്ടോ. താങ്ക് യു റഹ്നത്ത. ഫാദർ, A ഗ്രേഡ് ആണ് തരുന്നതെങ്കിലും മാർക്ക് കുറവായിരിക്കും. അപ്പോൾ ഇവർക്ക് A ഗ്രേഡ്. താങ്ക് യു. 2 A ഗ്രേഡ്, ഒരു A+ കിട്ടിയിട്ടുണ്ട്. ഇനി ഓവറോൾ പെർഫോമൻസിന് ഔട്ട് ഓഫ് 10 എത്രയാണ് മാർക്ക് എന്ന് അറിയണ്ടേ? ടീം മൊഞ്ചൻസിന് ഔട്ട് ഓഫ് 10 ഓവറോൾ പെർഫോമൻസിന് എത്രയാണ് മാർക്ക് റഹ്നത്ത? 5.5. അപ്പോൾ ഹാപ്പിയാണോ? അത്യാവശ്യം ഹാപ്പിയാണ്. അത്യാവശ്യം ഒരു നിരാശയുണ്ട് അല്ലേ? പക്ഷെ അത് ചെറിയ മിസ്റ്റേക്സ് വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം. അടുത്ത പ്രാവശ്യം കിടിലം പെർഫോമൻസുമായിട്ട് ടീം മൊഞ്ചൻസ് വരും അല്ലേ? താങ്ക് യു സോ മച്ച് ഫോർ യുവർ പെർഫോമൻസ്. വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മൊഞ്ച് പവേർഡ് ബൈ യുവർ ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈൽ. അതർ ലാംഗ്വേജ് റൗണ്ടിൽ ഒപ്പനയുമായി എത്തുന്നു ടീം ഇഷൽ. राजा नैया चढ़को यारी चढ़की में यो इश्क बीमारी. राजा नैया चढ़को यारी चढ़की में यो इश्क बीमारी. राजा नैया चढ़को यारी चढ़की में यो इश्क बीमारी. इश्क न चढ़ते कुछ भी बल्ले हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले. हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले. हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले. चिगना 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 आह चिगना 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 आह चिगना 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 आह चिगना चिगना. चढ़ते
वीडियो दिल दे गाना पकियो बेजुबाना इश्क दा मंदिर बेदरवीदो हो जाए यू रहना ओ जवे जे प्यार तो बल्ले कुछ नहीं हो रहना अकियो हो जान चार बल्ले कुछ नहीं हो रहना हंसते तेरे हो जाने ने रोना बेबे कल्ले कल्ले रोना बेबे कल्ले कल्ले हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले हो गई तेरी बल्ले बल्ले हो जाएगी बल्ले बल्ले चिगना 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 ओ ओ चिगना 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 ओ दिल हुंदी यारो बहरो लज्जा हुंदा है कुड़ियां के लिए प्यार अगर तू मजा होता है तुझे मिल जाए यार तावे है नहीं कुछ से मिट जाए कर बार तावे है नहीं कुछ से शांति नहीं हो जावे ने ओके सजना चले चले ओके सजना चले चले हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले हो गई तेरी बल्ले बल्ले हो जाएगी बल्ले बल्ले चिगना 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 हिलो हिलो चिगना 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 शीशा देना कल्ला करना चंगा लगता है ओ यार सिला तेरे पीछे मरना चंगा लगता है ओ जवे जे प्यार तो बल्ले कुछ नहीं हो रहना अकियो हो जान चार बल्ले कुछ नहीं हो रहना चंदड़े की बच्चे रहना ओके सजना चले चले ओके सजना चले चले हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले हो गई तेरी बल्ले बल्ले हो जाएगी बल्ले बल्ले चिगना 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 राजा नैया चढ़को यारी चढ़की में यो इश्क बीमारी राजा नैया चढ़को यारी चढ़की में यो इश्क बीमारी राजा नैया चटको यारी चटकी में यो इश्क बीमारी इश्क ने जड़ दे कुछ भी बल्ले हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले हो गई तू बल्ले बल्ले हो जाएगी बल्ले बल्ले हो गई तेरी बल्ले बल्ले हो जाएगी बल्ले बल्ले चिगना 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 आहा ഈ മിഷേലിന്റെ ഒപ്പന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മണവാട്ടി ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു മണവാട്ടിനെ തന്നെ നോക്കിക്കന്നു. നല്ല ഭംഗിയുള്ള ചിരിയാണ്, നല്ല കണ്ണാണ്. പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവരെല്ലാവരും പറയും. രഹനത്ത ഉഗ്രൻ അല്ലേ? പിന്നെ പാട്ട് പാടിയ ആളെന്ന് അങ്ങോട്ട് തുടങ്ങട്ടെ ഞാൻ. ഒരു എന്താ പറയുക, ഒരു ഹൊഗെയ്തു ബല്ലേ ബല്ലേ പാടി ഇങ്ങനെ നിൽക്കണത്. ഒന്നാമത് മെയിൽ സോങ് അല്ലേ, അപ്പോൾ അതൊരു ഫീമെയിൽ ആക്കി എടുക്കുമ്പോൾ അല്ലേ, അത് കറക്റ്റ് ആ പിച്ച് അങ്ങ് സെലക്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് പാടാൻ പറ്റി. ഉഗ്രൻ എന്ന് പറയാം, ഉഗ്രൻ. അസ്മയല്ലേ? അതെ. അപ്പം നിങ്ങൾ 3 പേരും തന്നെ ആ ഒരു സോങ് അടിച്ചു പൊളിച്ച് തന്നെ പാടി. നിങ്ങളുടെ ഭാഗം നിങ്ങൾ നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ പാട്ടുകളൊന്നും ആ വോയിസിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കൊന്നും കേട്ടിട്ടില്ല. ഒരു 2 വരി 2 പേരും പാടുമോ? അവരിപ്പോൾ കോഡ് വെച്ച പാട്ട് ഏതാണെന്നറിയോ? ഞാൻ വെറുതെ എനിക്ക് തോന്നിയതാ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ കുഴയോ, അറിയോ? മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിറമോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ
അടുത്ത ആള് ഇതേതിൽ തന്നെ വരുമല്ലോ, ഇപ്പത്തെ ഹിറ്റ് അല്ലേ നീരാളി ഫിലിം അല്ലേ? ആയിരം കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പരന്നതിന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പരന്നതിന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. അത് കുറച്ചൊരു ഓപ്പൺ ആണ് അല്ലേ, തുറന്നിട്ടുള്ളൊരു ടോണാണ്. അപ്പോൾ ഈ പാട്ടിന് നന്നായിട്ടത് അസ്മയ്ക്കൊപ്പം കൂടിച്ചേരാൻ പറ്റിയിട്ടുണ്ടാവും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അതിശയത്തോടെ, ഞാൻ ഒരിക്കലും ഈ രഹനത്ത ഇങ്ങനെ പാടി കേട്ടിട്ടില്ല. ഞാൻ എനിക്ക് കണ്ടിട്ട് പരിചയം കുറവായതുകൊണ്ടായിരിക്കും. പക്ഷെ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്തറിയോ, ഇതുപോലെ തന്നെ എനിക്ക് പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട് അച്ഛൻ ഉദ്ദേശിച്ച് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടിയിട്ടുണ്ടോന്നായിരിക്കും. ഞാൻ പാടിയിട്ടുണ്ട്. അതെയോ? ഞാൻ പാടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടാൻ. പക്ഷെ എനിക്ക് എപ്പോഴും എന്താ പറയാ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട് ശരിക്കും. ഒന്ന് പാടാവോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ ഇത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അല്ല ഏറ്റവും ഇഷ്ടമുള്ള വരി എനിക്ക് കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. കറക്റ്റ് അല്ലേ? ഒരുപാട് താങ്ക്സ് കേട്ടോ. ഒത്തിരി ശരിക്കും എനിക്ക് വളരെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പാടിയിരുന്നു എന്നുള്ളത് അറിയുന്നതും. ഇത്രയും നല്ലൊരു പാട്ട് കേട്ടല്ലോ, ഒത്തിരി താങ്ക്സ്. എല്ലാവരും നല്ല എനർജി ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ആ ഒരു പെർഫോമൻസിൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ഹബീബ് മാഷേ, നല്ല മനോഹരമായിട്ട് പാട്ടാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് തറച്ച് കയറിയത്. അസ്മയുടെ പാട്ട് എനിക്ക് എന്നും മധുരമാണ്. അസ്മ ഇവിടെ പാടിയ ഓരോ പാട്ടുകളും അതിമധുരം തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ നല്ല മനോഹരമായിട്ട് പാടി. ആ പാട്ടിന് ചേർന്ന ഒരുപാട് നല്ല മനോഹരമായ സ്റ്റെപ്പുകൾ നിങ്ങൾ കമ്പോസ് ചെയ്തു. ഒപ്പന ഒരു അതർ ലാംഗ്വേജ് റൗണ്ടിൽ എങ്ങനെ ഒപ്പന കൊണ്ടുവരണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഈ സ്റ്റേജിൽ കൊണ്ടുവന്നു. നല്ല ഭംഗിയുള്ള കുറേ സ്റ്റെപ്പുകൾ. അതിനകത്ത് ഒപ്പന എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് ക്ലാപ്പിങ്ങിൻ്റെ എലമെൻറ്റ്സ് ഇച്ചിരി കമ്മി ഉണ്ടായിരുന്നു. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പം ഇനി നിങ്ങൾ അടുത്ത റൗണ്ടിലൊക്കെ ശ്രദ്ധിക്കുക. നല്ല എനർജിയുള്ള നല്ല ഭംഗിയുള്ള കുറേ സ്റ്റെപ്പുകൾ തന്നെ നിങ്ങളിവിടെ കൊണ്ടുവന്നു. അതർ ലാംഗ്വേജ് ഒപ്പന റൗണ്ടിനകത്ത് നിങ്ങൾക്ക് ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ അതെ. പക്ഷേ അതിനകത്ത് ക്ലാപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. പിന്നെ നിങ്ങളുടെ ആ കോസ്റ്റ്യൂംസ്, ഒരു വൈറ്റ് നെക്ലസ് ഇങ്ങനെ കുതിച്ചിങ്ങോട്ട് കിട്ടുന്നുണ്ട്. നല്ല മനോഹരമായിട്ട് നെക്ലസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലൂ, നല്ല ഡാർക്ക് ബ്ലൂ, റെഡ്, പിന്നെ 2 സ്ലീവും വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ്. ഒരു സ്ലീവ് ഗോൾഡൻ, മറ്റൊന്ന് ബ്ലൂ, പിന്നെ നെറ്റിയിലുള്ള ഇതെല്ലാം കൂടെ മൊത്തത്തിൽ. അതുപോലെ മണവാട്ടി ഗ്രീൻ ആൻഡ് റോസ്, നല്ല ഭംഗിയുണ്ട്. അതൊന്നും ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ടായിരുന്നു മണവാട്ടിയുടെ ഓർണമെൻറ്റ്സ്. അതുപോലെ ഓരോന്നും പാട്ടിൻ്റെ ആ ഒരു ഘടകം പോലെ തന്നെ അതിനോട് ചേർന്ന് നല്ല മനോഹരമായിട്ടുള്ള സ്റ്റെപ്പുകളും. അതുപോലെ തന്നെ ഇച്ചിരി കൂടെ ഞാൻ പറഞ്ഞല്ലോ ക്ലാപ്പ് ഇച്ചിരി കമ്മി വന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ ഫേസ് എക്സ്പ്രഷനും കൂടെ ഇച്ചിരി ഒന്ന് കൂട്ടായിരുന്നു. നല്ല തകർത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കളിക്കനുസരിച്ച് പാട്ടിൻ്റെ വരികൾ ചുണ്ടുകളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഭാവം മുഖത്തും കൂടെ വന്നാൽ അതിമനോഹരമാവും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. റെഡി? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കീപ് ഇറ്റ് അപ്പ്. ഇനി നമുക്കൊരാളടുത്തും കൂടെ ചോദിക്കാനുണ്ട്. ഫാദർ ടീം ഇശൽ
അവർ ശരിക്കും ഇശൽ തേങ്കണം കൊണ്ടുവന്ന കാറ്റ് പോലെയായിരുന്നു. ഇങ്ങനെ ഒഴുകി 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 ശരിക്കും അതിനകത്ത് എനിക്ക് എന്താ പറയുക, നല്ല ഇവരിങ്ങനെ കയറി നിൽക്കുമ്പോൾ തന്നെ കണ്ണൊക്കെ ഇങ്ങനെ നമ്മുടെ കണ്ണൊക്കെ അടിച്ചു പോകുന്ന പോലത്തെ കോസ്റ്റ്യൂംസ് ആണല്ലോ. നല്ല നല്ല മൊഞ്ച് നിറഞ്ഞു നിൽക്കുന്ന കോസ്റ്റ്യൂംസും മൊഞ്ചത്തികളും. മണവാട്ടിയാണെങ്കിൽ ബഹുസുന്ദരി, ബാക്കിയുള്ളവരൊക്കെ അതിസുന്ദരികൾ എന്ന് പറയാവുന്ന പോലെ ഭയങ്കര നല്ല ഗ്രൂപ്പാണ് ഇവരെ. പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് പാട്ടുകാരത്തികൾ. അതോടൊപ്പം ഞാൻ അസ്മയെ ശ്രദ്ധിച്ചൊരു കാര്യം, അസ്മ പാടുന്നതിനൊപ്പം അസ്മ ശരിക്കും ഡാൻസ് ചെയ്തുകൊണ്ടാണ്. അത് അത്രയും മിഴിവുള്ളതായി തീർന്നത്. ശരിക്കും അതിനകത്ത് ആ പാട്ടിൽ ഇൻവോൾവ് ആയിട്ട് കളിച്ചുകൊണ്ടാണ് പാടിയത്. അതുപോലെ കോറസ് പാടിയ കുട്ടികളും നന്നായിരുന്നു. ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ കോറസ് വരുമ്പോൾ അത് വരാവുന്ന മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. നല്ലതായിരിക്കട്ടെ, എല്ലാ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് ഗ്രേഡ് വയ്ക്കാം അല്ലേ ഹബീബ് മാഷേ? A+. A+. താങ്ക് യു. രഹ്നത്ത? എന്ത് പറയാൻ A+. A+ again. ഫാദർ സേവേറിയോസ്? A+. താങ്ക് യു. അപ്പം നമ്മുടെ ടീമിന് ഓവറോൾ പെർഫോമൻസിന് ഔട്ട് ഓഫ് 10 എത്രയാണ് രഹ്നത്ത മാർക്ക് കൊടുക്കുക? 6.5. 6.5 ഔട്ട് ഓഫ് 10. നന്നായി പെർഫോം ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മുഞ്ച് പവേർഡ് ബൈ യു ഓഫ് ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈലിൽ മനോഹര ഗാനവുമായെത്തുന്നു ടീം തഷ്രിഫിൽ നിന്നും വൈകാശ്. മാനിമ്പ പെൺകൊടിയെത്തും മിഴികളിൽ അഴകിയൊരമ്പിളി തത്തും തേനൂറും മൊഴികളിലൊഴുകും ആ മധുരത്താലേ. മാനിമ്പ പെൺകൊടിയെത്തും മിഴികളിൽ അഴകിയൊരമ്പിളി തത്തും തേനൂറും മൊഴികളിലൊഴുകും ആ മധുരത്താലേ. മാനിമ്പ പെൺകൊടിയെത്തും മിഴികളിൽ അഴകിയൊരമ്പിളി തത്തും തേനൂറും മൊഴികളിലൊഴുകും ആ മധുരത്താലേ. എന്റെ കരളിലെ വരികിലെ കളകള കിളിയുടെ ചെറുചൊടിയിലും ഒരു മധുകണമുതിരോകിൽ തന്നോളാം എന്നെ നിനക്കായി എന്നും പൂമോളെ. നിന്റെ ഉടലതിൽ പടരുവാൻ ഉടലതിലടിമുടി പടരുവാൻ അനുമതിയേകിടുമോ കരളേ. മാനിമ്പ മാനിമ്പ പെൺകൊടിയെത്തും മിഴികളിൽ അഴകിയൊരമ്പിളി തത്തും തേനൂറും മൊഴികളിലൊഴുകും ആ മധുരത്താലേ. ഹാജത്തിൻ മുന്തിരി കായ്ക്കും വാടികൾ നിന്നെ വരവേൽക്കും. സൗജത്തായി നീ അണയുമ്പോൾ സ്വപ്നം പൂമഴ വർഷിക്കും. ഹാജത്തിൻ മുന്തിരി കായ്ക്കും വാടികൾ നിന്നെ വരവേൽക്കും. സൗജത്തായി നീ അണയുമ്പോൾ സ്വപ്നം പൂമഴ വർഷിക്കും. രാജാവും റാണിയുമായി നാം സ്നേഹത്തിൻ അരമന പോകും. രാവിൻ പൂമണിയറ തന്നിൽ പൂന്തെന്നല്ലപ്പെറുതൂകും. ഇതുവരെ എഴുതിയ മധുരിത കവിതകൾ ഇശലായി മൂളിത്തരൂസകേ. മാനിമ്പ മാനിമ്പ പെൺകൊടിയെത്തും മിഴികളിൽ അഴകിയൊരമ്പിളി തത്തും തേനൂറും മൊഴികളിലൊഴുകും ആ മധുരത്താലേ. താളമേളങ്ങൾ നിറഞ്ഞ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ആൻഡ് ദിസ് ഈസ് വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മുഞ്ച് പവേർഡ് ബൈ യു ഓഫ് ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈൽ.